ഡിസോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അവരുടെ ആദ്യത്തെ ഹാഫ് ഇൻ ഇയർ TWSമായ ബഡ്സ് പി ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ജൂൺ 28 ഉച്ചയ്ക്ക് 12 മണിക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെയിൽ എന്ന് പറയുന്നത് ജൂലൈ 5 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് 1299 ഇത് വാങ്ങിക്കാൻ സാധിക്കും. അന്ന് എനിക്ക് തോന്നുന്നതിന് ശേഷം 1499 1599 മാറാൻ ചാൻസ് ഉണ്ട്. ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ പൊതുവേ നമുക്ക് ഹാഫ് ഇൻ ഇയർ TWSൽ കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ്, അതിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. കേസൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട്, കോമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു കാണുമ്പോഴത്തേക്ക്. ഒരു മാറ്റ് ഫിനിഷ്ഡ് ആണ് ആക്ച്വലി കേസ് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത്. 40 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം, അതാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. അത് തന്നെയാണ് ആ ഒരു സ്ലോഗനും, മ്യൂസിക് ദാറ്റ് ലാസ്റ്റ് ലോങ് എന്നുള്ളൊരു സ്ലോഗനും ഒക്കെ അതൊക്കെ തന്നെയാണ്. ഇനി കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ 3.5 ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. കൂടാതെ എർഗോണമിക് ഡിസൈൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇയർബഡ് ചെവിയിൽ ഇരിക്കുന്നുള്ളൊരു ഫീലേ ഉണ്ടാവത്തില്ല. ഏറ്റവും പുറകിലായിട്ടൊരു 3 ഡോട്ട് ഉണ്ട്, എനിക്ക് തോന്നുന്നത് LED ഇൻഡിക്കേറ്റർ ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ഡൈനാമോ ബ്ലാക്ക്, ഷെയ്ഡി ബ്ലൂ, മാർബിൾ വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. ഡിസൈൻഡ് ഫോർ നോൺ സ്റ്റോപ്പ് മ്യൂസിക്, 40 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം നമുക്കിതിൽ കിട്ടുന്നതാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ സിംഗിൾ ചാർജിൽ നമുക്ക് 7 മണിക്കൂറും ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂറും നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ബേസ് ബൂസ്റ്റ് പ്ലസ് അൽഗോരിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എന്തുമാത്രം വർക്കൗട്ട് ആകും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അതൊരു ഹാഫ് ഇൻ ഇയർ TWS ആണ്, തന്നെ അതിൻ്റേതായിട്ടുള്ള പരിധികളുണ്ട്. ഗെയിമേഴ്സ് വി ഗോട്ട് യു, അതായത് 80ms ലോ ലേറ്റൻസി ഉണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ എന്നത് 5.3 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലേറ്റൻസി ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ENC ഉണ്ട്, അതായത് എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ നമുക്കിതിൽ അവൈലബിൾ ആണ്. കൂടാതെ സ്മാർട്ട് ടച്ച് കൺട്രോൾസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു 3 ഡോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയാണ് ആക്ച്വലി ആ ഒരു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. അത് LED ഇൻഡിക്കേറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടച്ച് കൺട്രോൾസ്, ആ ഒരു ടച്ച് സെൻസേഴ്സ് അവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കാം. എന്തായാലും അതൊരു ഡിസൈൻ്റെ ഭാഗമായിരിക്കാം. കൂടാതെ റിയൽമി ലിങ്ക് ആപ്പിൽ ഈ ഒരു പ്രോഡക്റ്റും വർക്ക് ആവുമെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ കണ്ട ബേസ് ബൂസ്റ്റ് പ്ലസ്, ബാലൻസ്ഡ്, ബ്രൈറ്റ്, നമുക്ക് ഈ ഒരു ഹാഫ് ഇൻ ഇയറിൽ ബേസ് ബൂസ്റ്റ് പ്ലസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബേസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതിൻ്റെ മാക്സിമം ഹാഫ് ഇൻ ഇയർ ഡിസൈനിൽ കിട്ടുന്നതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടാനായിട്ട് ചാൻസസ് ഒക്കെ ഉണ്ട്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ഡിസോ ബഡ്സ് പിയിൽ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും 1299 നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നത് വേറെ ഒരു കുഴപ്പമില്ലാണ് എനിക്ക് തോന്നുന്നത്. ഡിസോയുടെ പ്രോഡക്റ്റുകൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ എയർഡോപ്സ് 131 ആണ്. 131 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പെക് വൈസ് ഉറപ്പായിട്ടും ഡിസോ ബഡ്സ് പി തന്നെയാണ് ബെറ്റർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസോ ബഡ്സ് പിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ജൂലൈ 5 നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.